ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ. കാരണം നമ്മുടെ സ്ട്രെസ് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് പല രോഗങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മെന്റൽ സ്ട്രെസ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ തന്നെ മോശമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മോഡൽസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് കോൺസെപ്റ്റ് ആണ്. സ്ട്രെസ്സിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാനുണ്ട്. First one, to purpose to an innovation of treatment for any problem, it is vital to first understand the problem. For example, if a person develop a fear, develop a fever, what is the cause of the fever? Is it only the flu, malaria, or some other elements? The person treatment plan will be determined by this. In the instance of stress, we might first determine the type of stress that the individual is experiencing as well as the causes of the stress. As a result, it is crucial to dig deeper into what is causing the stress. We also looked at the source of stress and how to access it. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മെന്റൽ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ മെന്റൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലായിട്ട് സ്ട്രെങ്ത് ആയിട്ടിരിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മെന്റലി നമ്മൾ സ്ട്രെങ്ത് ആയിട്ടിരിക്കുക എന്നുള്ളത്. മെന്റലായിട്ട് നമ്മൾ ഡിസ്റ്റർബ് ആണെങ്കിൽ അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ കൂടെ ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചില മെന്റൽ ഡിസ്റ്റർബൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താണ് ഇത്തരത്തിൽ ആളുകളെ നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറെ പോയി കാണുകയൊന്നും ചെയ്യാറില്ല അല്ലെ. എന്തുകൊണ്ടാണത് ഒരിക്കലും ഡോക്ടറെ പോയി കാണാൻ പറ്റാത്തത്? ആ ഒരു നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അതായത് ആളുകൾ എന്ത് പറയും അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി അതുപോലെ തന്നെ എന്തെങ്കിലും ഡിപ്രഷനോ കാര്യങ്ങളാണെങ്കിൽ അത് ആളുകളോട് കൂടുതൽ ഷെയർ ചെയ്യാതിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കാറ്. കാരണം ഒരു പ്രാന്താണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ആളുകൾ ഉണ്ടാക്കും. എനിക്ക് എന്തോ പ്രാന്താണ് എന്നൊക്കെ പറയും എന്നുള്ള ചിന്തയിലൊക്കെയാണ് ആളുകൾ ഇങ്ങനെ ഒരു ഫിസിക്കൽ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ മനോരോഗ വിദഗ്ധനെ കാണാതിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം എന്താണ് നമ്മുടെ സ്ട്രെസ്സിന്റെ കാരണം എന്ന് കണ്ടെത്തുകയും അതുപോലെ തന്നെ ആ ഒരു സ്ട്രെസ്സിന്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയും ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കൂടുതലായിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു സ്ട്രെസ് മോഡൽസിനെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, ഏതൊക്കെ മോഡലുകളാണുള്ളതെന്നാണ് പറയാം. ഒന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണുള്ളത്. Canon first defined stress as an emergency response, then went on it to explain the stress streamed from the fight or flight response to emotions. When it comes to stress, Canon advocates for the fight or flight response. According to Canon, stress is the result of the external environment demanded that causes an imbalance in the individual's natural state. He went on the say that the body includes innate defense mechanisms that help to maintain an individual homocytes or natural steady state. Canon was also facilitated by a person's sympathetic nervous system actively in a stressful scenario. When comforted with a potentially dangerous scenario, an individual will either prepare to battle the threat or flee or run away from it. Certain psychological changes will occur in the individual, preparing him or her to fight, to flee. Sweating, a the mouth, tight muscles, and other psychological changes are example. Blood pressure and pulse rate have also increased. Aside from that, birthing may become fast and pupils may dilate. Essentially, the individual's body may move energetically away from body system and aren't required to respond to the scenario to body systems that must functions to respond to the issue at hand at this time. The symptoms nervous system that the endocrine system are stimulated. For example, if a person comes face to face with a snake, he or she will either fight or flee, and his or her body will prepare and the individual for the situation. As a result, there is an imbalance that disturbs the body homocytes. The body will return to normal and homocytes will be resorted once and crisis in ended, and there are no more difficulties or
ത്രെഡ്സ്. അപ്പൊ എന്താണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്? പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റെസ്പോൺസ് സൂചിപ്പിക്കാം. അപ്പൊ ആ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് പ്രഷർ കൂടുക, അതുപോലെ തന്നെ നമ്മുടെ കൈ സ്വെറ്റ് ചെയ്യുക, കൈ വേർക്കുക, ഇതൊക്കെ എന്താണ്? നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില സിംറ്റംസ് ആണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുള്ളതിന്. അപ്പൊ ആ സ്ട്രെസ് ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ചില നടപടിക്രമങ്ങൾ എടുക്കാനും കൃത്യമായിട്ട് ചികിത്സിക്കാനും കൂടെ നമ്മൾ തയ്യാറാകണം. ഓക്കെ. പിന്നെ the flight or fight response is useful because it allows you to cope with the situation quickly. In the long run, such stress experiences can have a harmful impact on the person's psychological and effective functioning. Individual variance in the way people respond to threat circumstances have also been a source of criticism. The fight or flight concept, for example, blood pressure variations observed under stress may differ by gender. Furthermore, women may not exhibit a fight or flight response, but rather a tent and the different response, which Taylor defined has a stress response that entails seeking social existence in such situations. അപ്പം ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. പിന്നെ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ്? GAS എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് when a person is a stressful circumstances and style identified 3 stages that he or she goes in through. അപ്പോൾ ഈ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു മോഡൽ ആണെന്ന് പറയാൻ സാധിക്കും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു മോഡൽ ഓഫ് സ്ട്രെസ് ആണ്. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് മറ്റൊരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ മോഡ് ഓഫ് ഈ ഒരു സ്ട്രെസ് ആണ്. ആ മോഡലിൽ വരുന്നത് ഈ ഒരു ഹാൻസ് പറയുന്നത് 3 സ്റ്റേജുകളിലൂടെയാണ് ഇത്തരത്തിലുള്ളൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഒരാൾ കടന്നു പോവുക. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് ദ അലാറം റിയാക്ഷൻ ആണ്, which is marked by a reduction of in stress resistance. This stage is comparably to the fight or flight reaction. The homothalamus activities the automatic nervous system and the encoding system correctly. In addition, the adrenaline glands release epinephrine, the norepinephrine, in the refers to as a counter shock in which an individual's defense mechanisms are engaged. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് അലാറം റിയാക്ഷൻ ആണ്, അതൊന്ന് ഓർത്തിരിക്കുക, അലാറം റിയാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്? സ്റ്റേജ് 2 ആണ്. Stage 2 the adaptation its peak in the second stage referred to as resistance and equilibrium is restored. During this stage, the individual adapts the resistance stress, including stimuli, whereas resistance to other stimuli decrease because a lot of energy is required during the stage. Non-essential functions such as digestion, immune system, and even reproductive system receive no energy. Stage 2 എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് സ്റ്റേജ് ആണ് കേട്ടോ. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? The final stage is called exhaustion, and it occurs when adaptive system fail. Exhaustion is caused by a breakdown and adaptive processes as well as their reproduction in psychological resources. When the individual is exposed to stress for an extended period, their psychological resources are depleted, which can be determined impact on their psychological health and make them susceptible to enormous lines and health difficulties. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെസ്സിന് പറയുന്ന ഈ ഒരു സ്ട്രെസ് മോഡൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്ട്രെസ് മോഡലിലെ ലാസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് എന്ന് പറയുന്നത് അലാറം റിയാക്ഷൻ ആണ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ്, എക്സോഷൻ. ഇതാണ് പ്രിസീവ്ഡ് സ്ട്രെസ്സിൽ വരുന്ന 3 സ്റ്റേജുകൾ. ഫസ്റ്റ് വൺ അലാറം റിയാക്ഷൻ, അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സോഷൻ ആണ്. ഇനി കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡൽ എന്ന് പറയുന്നത് this model corresponds the Lazarus and his colleagues' point of view. Stress, according to Lazarus, in the outcome of a relationship between the individual and the environment. He also focused on the cognitive assessment that an individual makes when assessing whether a situation or event is stressful. He went on to say that the manner the cognitive appraisal is carried out differs from person to person. Apart from attention, version, memory, problem solving, and creativity, the term cognition refers to a variety of mental activities such as thinking, responding, and decoding. According to the cognitive appraisal paradigm, when a person is confronted with a stressful circumstances, they do primary and secondary appraisal of the scenario.
അപ്പൊ ആ ഒരു കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡൽ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രൈമറി അപ്രൈസൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. ഇൻ ദ സ്റ്റേജ് ഓഫ് പ്രൈമറി അപ്രൈസൽ ആൻ ഇൻഡിവിജ്വൽ ട്രെൻഡ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ഡസ് ദിസ് സെക്ഷൻ സ്ട്രെസ്സസ് ആൻഡ് ഓർ സിറ്റുവേഷൻ മീൻ ആൻഡ് ഹൗ ക്യാൻ ഇറ്റ് ഇൻഫ്ലുവൻസ് മീ അക്കോർഡിംഗ് ടു സൈക്കോളജിസ്റ്റ്. The three typical answers to these questions are: this is not important, this is good, this is stressful. To better understanding primary appraisal, suppose a non-stop heavy rain suddenly pause at your place. You might think that the heavy rain is not important since you don't have any plans of going somewhere today. Or how you might say that the heavy rain is good because now you don't have to wake up early and go to school since classes are suspended. Or you might see the heavy rain as stressful because you have scheduled a group outing with your friends. അപ്പോൾ ഈ പ്രൈമറി അപ്രൈസൽ എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ദിസ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ ദിസ് ഇസ് ഗുഡ്, അതുപോലെ തന്നെ ദിസ് ഇസ് സ്ട്രെസ്ഫുൾ. അപ്പൊ ആ മൂന്ന് കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒരാളുടെ മനസ്സിൽ സ്ട്രെസ്ഡ് ആക്കുന്നത് നോക്കാം. ഒന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, പ്രത്യേകിച്ച് വേറെ ഒന്നും പോകാനില്ല എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന എന്താണ് അയാൾക്ക് വലിയ കുഴപ്പമില്ല, നല്ലതുമല്ല ചീത്തയല്ല, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല അത്. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് മഴക്കാലത്തൊക്കെ അവധി കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ ആ മഴക്കാലത്ത് അവധി കിട്ടുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് എന്താണ് അതൊരു ഗുഡാണ് അല്ലെ, നല്ല കാര്യമാണ്. മഴ പെയ്യാത്തതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകണ്ട, അത് സ്കൂള് അല്ലെ ക്ലാസ് മാറ്റി വെച്ചു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ അതേസമയം വേറെ സ്ട്രെസ്ഫുൾ ആവുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾക്ക് ഒരു ഗ്രൂപ്പ് ഔട്ടിങ് സുഹൃത്തുക്കളുമായിട്ട് പുറത്ത് പോയി ഒരു ഔട്ടിങ് നടത്താനായിട്ടുള്ള ആഗ്രഹമുള്ള ഒരാൾക്ക് ഇത്തരത്തിലൊരു മഴ പെയ്തു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും. അതുപോലെ തന്നെ ഈ മഴയത്ത് എങ്ങനെ പോകും എന്നുള്ള കാര്യമൊക്കെ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ പ്രൈമറി അപ്രൈസലിന്റെ കൂടെ എഴുതി വെക്കാനായിട്ട് സാധിക്കേ. അതുപോലെ തന്നെ ആഫ്റ്റർ ആൻസറിങ് ദീസ് ടു ക്വസ്റ്റ്യൻസ്, ദ സെക്കൻഡ് പാർട്ട് ഓഫ് പ്രൈമറി കോഗ്നിറ്റീവ് അപ്രൈസൽ ഈസ് ടു ക്ലാസിഫൈ വെദർ ദ സെക്ടേഴ്സ് ഓർ ദ സിറ്റുവേഷൻ ഇസ് ദ ത്രെറ്റ്, എ ചലഞ്ച് ഓർ എ harm loss. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡറി അപ്രൈസൽ ആണ്. പ്രൈമറി അപ്രൈസൽ നമ്മൾ പറഞ്ഞു. സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയുന്നത് unlike is the under theories, there are stages usually come on after another. The secondary appraisal actually happens simultaneously with the primary appraisal. In fact, there are times that the secondary appraisal become the cause of a primary appraisal. Secondary appraisal involve those feelings related to dealing with the stressors or the stress is produced. Uttering statements like I can do it if I do my best. I will try whether my chances of success are high or not. And if this way fails, I can always try another method. Indicates positive secondary appraisal in contrast to these. Say statements like I can do it, I know I will fail, I will not to do it because no one believes I can, and I won't try because my chances are low. Indicate negative secondary appraisal. അപ്പോൾ സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് രീതിയിൽ നമുക്ക് പറയാം അല്ലെ. ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ഐ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ ക്യാൻ ഡു മൈ ബെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഐ വിൽ ട്രൈ വിത്ത് വെദർ മൈ ചാൻസസ് ഓഫ് സക്സസ് ആർ ഹൈ ഓർ നോട്ട്, ആൻഡ് ഇഫ് യു ഫെയിൽസ് ഐ ക്യാൻ ഓൾവേസ് ട്രൈ അനദർ മെത്തേഡ്. അപ്പൊ ഈ രീതിയിൽ എന്താണ് നമുക്ക് മൂന്ന് രീതികളിൽ നമ്മളെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് കൂടുതൽ കൂട്ടാനായിട്ട് സാധിക്കും അല്ലെ. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ആ നല്ല രീതിയിൽ എനിക്ക് ചെയ്യണം. എനിക്കിപ്പോ പഠിക്കാൻ, ഇപ്പൊ എനിക്കൊരു ജോലി വേണം, അതിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പഠിക്കാൻ പോവുകയാണ് എന്നുള്ളത്, ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ വേണ്ടി ശ്രമിക്കുമെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇത് ജയിക്കുമോ തോക്കുമോ എന്നുള്ള കാര്യം ഇല്ലാതെ ഞാൻ ജയിക്കുകയോ തോക്കുകയോ ചെയ്യട്ടെ, ഞാൻ അതിനുവേണ്ടി കൃത്യമായിട്ട് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അതുപോലെ തന്നെ അത് ഒരുപക്ഷെ തോറ്റു പോവുകയാണെങ്കിൽ ഞാൻ എന്താണ് കൃത്യമായിട്ട് വേറൊരു മാർഗം ട്രൈ ചെയ്യും എന്നുള്ള കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ആ മൂന്ന് രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ പരിപോഷിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതല്ലാതെ വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലെ, എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കതിന് സാധ്യത കുറവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിലും പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പേഴ്സൺ എൻവയൺമെന്റ് ഫിറ്റ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതെന്ന് പറയുന്നത് ഫ്രാൻസ് ഹാരിസൺ ആൻഡ് കപ്ലാൻ പ്രപ്പോസ് ദിസ് മോഡൽ ഇൻ 1982. 1982 ഈ ഒരു മോഡൽ പേഴ്സൺ എൻവയൺമെന്റ് ഫിറ്റ് മോഡൽ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് മോഡൽ അദ്ദേഹം ഉണ്ടാക്കിയത്. കാപ്ലാൻ അതുപോലെ തന്നെ ഫ്രാൻസും ഹാരിസണും ഒക്കെ ചേർന്നുണ്ടാക്കിയത്. Individual disparities in wants and talents exist. According to this paradigm, the stress is caused by a mismatch
between the demands that the individual is exposed to and the resources that he or she possesses. An employee who is properly prepared for one of his or her company's big presentation will say it as an opportunity rather than a threat. Hence will not be stressed. However, it is environment demands are a high and employee believes that he or she lacks and resources or capacity to complete the presentation, he or she will be stressed. അപ്പോൾ ഈ ഒരു എൻവയോൺമെന്റ് ഫിറ്റ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഒക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു സ്ട്രെസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി എന്നാണ് ഒരു മോശമായ രീതിയിലാണ് ഉള്ളതെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറവായിരിക്കും അല്ലെ, കൂടുതലായിരിക്കും അല്ലെ. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ എംപ്ലോയീസിന്റെ ബിലീവ്സും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും. പിന്നെ സൈക്കോ ഡൈനാമിക് തിയറി എന്ന് പറയുന്ന ഒരു തിയറിയും കൂടെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. അതും പേഴ്സൺ എൻവയോൺമെന്റൽ ഫിറ്റ് മോഡലും ആയിട്ടും ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. സ്ട്രെസ് ഇസ് ഓൾസോ എക്സ്പ്ലെയിൻഡ് ബൈ ദ സൈക്കോ ഡൈനാമിക് ഹൈപ്പോതെസിസ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ single and traumatic anxiety and external and objective risk that is compatible with the relationship between stressor and strain is present, whether traumatic anxiety is anxiety and arise with an individual and is tied to the suppressed sexual impulse and aggressive tendencies within the individual. Psychology can emerge because of traumatic anxiety, and while the anxiety may go through the process in which the conflicting components are changed or to non-harmful ideas and energy released by the conflict may cause stress in terms of bodily symptoms experienced by the individual. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഈ ഒരു സിംറ്റംസ് പറയുമ്പോൾ ഈ ഒരു സൈക്കോ ഡൈനാമിക് തിയറിയും പേഴ്സൺ എൻവയോൺമെന്റൽ ഫിറ്റ് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ തിയറീസിനെ കുറിച്ച് മോഡൽസ് ഓഫ് സ്ട്രെസ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ എൻവയോൺമെന്റൽ ഫിറ്റ് മോഡൽ ഉണ്ട്, അത് സൈക്കോ ഡൈനാമിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡലുണ്ട്, അത് പ്രൈമറി അപ്രൈസലും അതുപോലെ തന്നെ സെക്കൻഡറി അപ്രൈസലുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് സ്ട്രെസ് എന്താണ്, സ്ട്രെസ് മോഡൽസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സ്ട്രെസ്സും കൂടെ എന്താണെന്നും കൂടെ കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ തിയറി എന്ന് പറയുന്ന ഒരു തിയറിയും കൂടെ അവിടെ പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് ദ ഫോക്കസ് ഓഫ് ദ തിയറി ഈസ് ഓൺ ഹൗ ജനറ്റിക്സ് ദ phenotype help people resist the cope with the stress. To clarify the terms genotype and phenotype, genotype refers to an individual genetic makeup, while phenotype refers to the individual psychological traits. അപ്പോൾ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ തിയറി എന്ന് പറയുന്നതും ഈ ഒരു സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഡയറ്റീസിസ് സ്ട്രെസ് മോഡൽ എന്ന് പറയുന്നതും ഈ ഒരു മോഡൽ ഓഫ് സ്ട്രെസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. The genetic constitutional hypothesis focus on how a person's genetic predisposition to stress can make them more vulnerable to it. The detached stress hypothesis, on the other hand, emphasizes the importance of both heredity and environment in determining whether the individual will be stressed. This hypothesis also claims the existence exclusive amounts of stress. For example, he or she may have breathing problems. However, in the absence of stress, he or she may not have any breathing problems, even though the breathing difficulty is genetic. അപ്പം ഡയറ്റീസിസ് സ്ട്രെസ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു അസുഖമൊക്കെ ഉണ്ട്, നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ആസ്മയോ അങ്ങനെയുള്ള ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലംസ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഈ വലിക്കുന്ന സാധനമൊക്കെ ഇങ്ങനെ വായിലടിക്കുന്ന സാധനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു മരുന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം ഒന്നും ഇല്ലാതെ സ്ട്രെസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം മുകളിൽ കയറി വരുന്നതൊക്കെ നമുക്ക് ഈ ഒരു ഡയറ്റീസിസ് സ്ട്രെസ് മോഡലിൽ നമുക്ക് അതിന്റെ ഒരു മോഡലായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പം ആ ഒരു സ്ട്രെസ് മോഡലിൽ നമുക്ക് എന്തെങ്കിലും ഒരു രോഗങ്ങളുണ്ടെങ്കിൽ ആ ഒരു രോഗങ്ങൾ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ സമയത്ത് കൂടുതലായിട്ട് ഉണ്ടാവുകയും നമ്മൾ സ്ട്രെസ് അല്ലാതെ നമ്മൾ വളരെ സമാധാനപരമായി സന്തോഷപരമായിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു രോഗങ്ങളൊന്നും നമ്മളെ പിന്തുടരാതിരിക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ എഴുതാനായിട്ട് സാധിക്കും.
ഇനി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് ഫിനോമിന പ്രൊണോൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രൊണോൺസ് എന്ന് പറയുന്നത്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് സ്ട്രെസ് പ്രൊണോൺസസ്. ഇൻ എക്സാമ്പിൾ ടേംസ്, സ്ട്രെസ് pronouns is a person's proclivity of to take on extra stress. These people are more likely than other to be stressed out. Stress resistant people are the opposite of stress prone people, and they are less likely to feel stress. Let's have a look at some of the variables that can make you more prone to stress. Type A personality. Schaeffler described personality as person's enduring set of habits of thinking, feeling, and acting. Personality qualities can be considered to influence not only how a person reacts to stress, but also how he or she deals with the problem. Individuals with the type A personalities regard stress as threatening, and their reactions to stressful events are more instant and faster. Individuals with the type B personalities, on the other hand, have a reducing stress sensitivity. As a result, people with type A personality are more likely to suffer from a variety of medical and psychological disorders because of stress. അപ്പൊ ടൈപ്പ് ആ പേഴ്സണാലിറ്റിയിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്ട്രെസ് പ്രൊണോൺസ് കാണുക എന്നുള്ളത് നോക്കാം. അതെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി എയിലോ അല്ലെങ്കിൽ എ ടൈപ്പ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് people with type A personalities are more likely to suffer with a variety of medical and psychological disorders because of stress. അപ്പം ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ഒരുപാട് രീതിയിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സ് സ്ട്രെസ് കാരണം അനുഭവിക്കേണ്ടി വരാറുണ്ട്. കാരണം ചില ആളുകൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് തലവേദന അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ടൈപ്പ് ഉള്ള ആളുകളാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. Let's take a closer look at type A personality, which is one of the variables that can make a person more prone to stress. Individuals with the personality are in a hurry of accomplish their goals. They enjoy competition and are hyper vigilant and strive for excellence. The spirit of accomplish far more than the resistance achieved in each time span. These people are likely to be impatient, lack tolerance, and become energized more quickly. According to Safeguard, the following area some of the characteristics of type A behavior. Status in insecurity, അതുപോലെ തന്നെ urgency of time, അതുപോലെ തന്നെ hyper aggressiveness, free floating hostility, drive towards self destruction, hostility, പ്രീ പെർഫെക്ഷണലിസം. ഇതൊക്കെ എന്താണ് ഈ ഒരു ടൈപ്പ് എയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കുറച്ച് കോൺസെപ്റ്റുകളാണ് കേട്ടോ. സ്റ്റാറ്റസ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആൻഡ് എക്സിബിറ്റ് ടൈപ്പ് എ ബിഹേവിയർ മേ ഹാവ് എ സെൻസ് ഓഫ് uncertainty about their status, which is largely due to the lack of self-esteem. Such people would constantly compare themselves to others and believe they are inferior in their own views. They are also allows working to improve their self-esteem. These people frequently have high expectations of themselves and are also extremely critical of themselves. Urgency of time. The person with a type A personalities, insecurities, and low self-esteem typically causes him or her to grow over time. Those people desire to do a lot of in a short amount of time. As a result, they are always in a rush to get things done. As a result, they think quicker, plan faster, and execute activities at a faster speed, which can be seen in their day-to-day operations. They also participate in polyphytic thought and behavior. അതുപോലെ ഹൈപ്പർ അഗ്രസീവ്നെസ് എന്ന് പറയുന്നതും ഇൻഡിവിജ്വൽ വിത്ത് ടൈപ്പ് എ പേഴ്സണാലിറ്റീസ് മേ ഓൾസോ എക്സിബിറ്റ് ഹൈപ്പർ അഗ്രഷൻ. അപ്പൊ ഹൈപ്പർ അഗ്രഷൻ ഉള്ള ആളുകളായിരിക്കും ടൈപ്പ് എയിൽ ഉള്ളായിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ടൈപ്പ് എയിൽ നിന്നുള്ള ആളുകൾക്ക് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് ഒക്കെ വരുമ്പോൾ അവർക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ചും പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഹൈപ്പർ അഗ്രസീവ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ടൈപ്പ് എ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്. അതുപോലെ തന്നെ ഫ്രീ ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നതും ഈ ടൈപ്പ് ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. A person with a type A personality is more likely to have a negative perception of others and hence will not trust or be suspicious of them. This free floating animosity is expressed by such a person anytime he or she believes something is wrong.
lagging slow salesperson at a store counter, government directives and so on. അപ്പം ഈ ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് എ പേഴ്സണാലിറ്റിയിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ഡ്രൈവ് ടുവേർഡ്സ് സെൽഫ് ഡെസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ടൈപ്പ് എ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുണ്ട്. എ ടൈപ്പ് പേഴ്സൺസ് ലൈഫ് സ്റ്റൈൽ ക്യാൻ ടോക്ക് എറ്റ് ഓൾ ഓൺ ദം ആൻഡ് ദേ ഫ്രീക്വൻലി സീക്ക് escapism which can lead to a self-destruction. Individuals with type A personalities are not only more prone to stress as previously said, but they may also have worse job, health, home and life stratification. They may also have a lack of energy as well as increased activity, tension and distress symptoms. അപ്പോൾ ഈ ഒരു ഡയറക്റ്റീവ് ഡ്രൈവ് ടുവേർഡ്സ് സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചിരിക്കണം. പിന്നെ വരുന്ന ഹോസ്റ്റിലിറ്റി ആണ്. സ്കാഫർ described hostility as a cynicism towards others, motives and values easily and frequently around anger and the tendency to express that anger towards others. It is since hostility does not refer to range that leads to violent behavior. However, this is the impressions that furring that people who are normally experiences. Hostility ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പെർഫെക്ഷനിസം ഓർത്തിരിക്കുക. പെർഫെക്ഷനിസം is another aspect that can contribute to stress. Perfectionism is defended as lofty exceptions that the person has to himself, others, or both these standards are demanded in nature, leaving little room for compromise. Internal perfectionism and outward perfectionism are two types of perfectionism. Internal perfectionism causes people to have lofty expectations to themselves, which can harm their health as well as their productivity. It can also have a detrimental impact on their relationship as well as their self-esteem. അപ്പോൾ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് എയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഒരു സ്ട്രെസ് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ ആ ഒരു നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുള്ള ചിന്തയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് നമ്മുടെ മെന്റൽ സ്ട്രെസ്സിനെ ബാധിക്കാൻ തുടങ്ങും. അപ്പൊ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ പോലും അത് നമ്മുടെ സ്ട്രെസ് ഉയർത്താനായിട്ട് കാരണമാകാറുണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. The following are some of the beliefs that an individual with a perfectionism holds. Anything I do should be exhausted flawlessly. No one, even I should make a mistake. There is always a proper way to accomplish something. If I do not accomplish everything perfectly, I am a failure. I am a complete failure if I make a mistake. അപ്പൊ ഇതൊക്കെയാണ് ഒരു പെർഫെക്ഷനിസ്റ്റിന്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നമുക്കൊരു ആളുകൾക്കാണെങ്കിൽ ഒരു മിസ്റ്റേക്കുകൾ പറ്റുന്നത് സർവ്വസാധാരണമാണ് അല്ലെ. പക്ഷെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ തങ്ങൾ ഒരു ഫെയിലിയർ ആണെന്നുള്ള ചിന്ത പെർഫെക്ഷനിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കുണ്ടാവും. ആ ചിന്ത അവരെ പതിയെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകും. അതായത് നമ്മൾ ഫെയിലിയർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കില്ല അല്ലെ. ആ രീതിയിലുള്ള ചിന്തകൾ അവരെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിൽ അകപ്പെടുത്തുകയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സിന് കാരണമാകുന്ന ഒരു കാര്യമാണെന്ന് ഓർത്തിരിക്കുക. അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ബിലീവ്സ് ആണ് പറയുന്നത്. ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒരാളെ എങ്ങനെയാണ് തന്റെ കാര്യങ്ങളെ ബിലീവ് ചെയ്യുന്നത്. നോ വൺ ഈവൻ ഐ ഷുഡ് മേക്ക് എ മിസ്റ്റേക്ക്. ആരും മിസ്റ്റേക്ക് ചെയ്യരുത്, പ്രത്യേകിച്ച് ഞാനും മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്തയാണ് അവരിൽ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാം ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള വേയിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്ത അവരിലുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാം ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഫെയിലിയർ ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ ഞാൻ കംപ്ലീറ്റ്ലി ഫെയിലിയർ ആണെന്നുള്ള ചിന്തയൊക്കെ ആളുകളെ ഭരിക്കാൻ തുടങ്ങും. അത് ഭയങ്കരമായിട്ട് സ്ട്രെസ്സിന് കാരണമാകും. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക പെർഫെക്ഷനിസം എന്താണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ a person who view a mistake as a learning opportunity on the other hand is more willing to try again in the future and is less likely to be stressed or angry. Perfectionists are more inclined or postponed in addition to experience stress. They are also more graduate and selective with their possessions. Furthermore, they may find it difficult to let go to things and trust them, which can lead to hoarding and overdoing. അതുപോലെ പ്രൊക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ലേൺഡ് പെസിമിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലൈസേഷനും പ്രിമൻസസും പ്രിവേഴ്സിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ആ കാര്യങ്ങൾ അതായത് പ്രൊക്രിയേഷൻസ് എന്ന് പറയുന്നത് വി ഓൾറെഡി മെൻഷൻ ഹൗ പെർഫെക്ഷനിസം ക്യാൻ കോൺട്രിബ്യൂട്ട് ടു procrastination.
but procreation can also be a role in the stress pronounces. Procrastination is simply defined as failing to complete task to active on time and deferring them till later. അപ്പം അതുപോലെ ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ലേൺഡ് പെസിമിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സ്ലിംഗ്മാൻ coined the term learned helplessness, which can be defined as a proclivity to become helpless, even comforted with the uncomfortable circumstances on a regular basis. Schaffer defines learned pessimism as the tendency to interpret horrific events as personality cost, part of the permanent pattern and pervasive into all parts of one's life, and the tendency to interpret positive events as caused by lack of or internal forces, temporary and limited to this one aspect. അപ്പൊ അത് എന്താണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്സും ലേൺഡ് പെസിമിസവും നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്ന മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ് ആണ് കേട്ടോ. മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് aside from the elements, there are a few stress moderators that should be noted in the link between stress and matching reactions. Moderates play a crucial role. Individuals may experience higher or lower stress levels because of these modifiers. Locus of control, അതുപോലെ തന്നെ ഹാർഡിനൻസ്, അതുപോലെ തന്നെ സോഷ്യൽ സപ്പോർട്ട്, ഇതെല്ലാം എന്താണ് മോഡറേറ്റേഴ്സ് ആണ്. സ്ട്രെസ്സിനെ മോഡറേറ്റേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോഷ്യൽ സപ്പോർട്ടും അതുപോലെ തന്നെ ഒപ്റ്റിസം ആൻഡ് പെസിമിസം, അതുപോലെ ജെൻഡർ ആൻഡ് കൾച്ചർ, ഇതെല്ലാം സ്ട്രെസ്സിനെ മോഡറേറ്റേഴ്സ് ആണ്. അപ്പോൾ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് നല്ല രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരുപാട് ഒരു സ്ട്രെസ്സിലേക്ക് നമ്മൾ പോകുകയില്ല അല്ലെ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സാമൂഹിക പിന്തുണ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായകമാകും. പ്രത്യേകിച്ച് സ്ട്രെസ് ഒന്നും ഇല്ലാത്തൊരു ജീവിതം നമുക്ക് നൽകുന്നതിന് ഈ ഒരു സോഷ്യൽ സപ്പോർട്ട് സഹായകരമാകും. പ്രത്യേകിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു വലയുള്ള ആളുകൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ല. അതുപോലെ തന്നെയാണ് ജെൻഡറും കൾച്ചറും ഒക്കെ നമ്മളെ ഒരുപാട് രീതിയിൽ ഒരു സ്ട്രെസ് മോഡറേറ്റർ ആയിട്ട് നിലനിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് ജെൻഡർ കൾച്ചർ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയിലൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പല രീതിയിലാണ് അല്ലെ ജെൻഡർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഇക്വാളിറ്റി ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇൻഇക്വാളിറ്റീസും കാര്യങ്ങളും ചില പെൺകുട്ടികളിലൊക്കെ സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് കുറെ ഫ്രീഡം ഒക്കെ കൊടുക്കുന്നത് അവരുടെ സ്ട്രെസ് കുറെ കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് അവരെ സഹായിക്കാറുണ്ട്. പിന്നെ സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. Some years parents had lofty expectations of him from the start. They wanted him to join the Indian Administrative Service, IAS ആണ് കേട്ടോ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ജോയിൻ ചെയ്യാനാണ് സമീറിന്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചത്. Samir, on the other hand, was more interested in pursuing his musical passion. He was a fantastic guitarist, but succumbing to his parents' efforts, he began studying for the civil service examination. He tried his hardest, but become exhausted, sleepless, and lots of aptitude over time. He also began to get sick more frequently. Medical professionals were unable to identify the physical cause of Samir's ailments. The stress he was under had taken a toll on his health. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എഫക്ട്സ് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലെ ഒരു ഉദാഹരണമാണ് ഇവിടെ പറയാം. ഒരു സമീർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവരുടെ മാതാപിതാക്കൾ അവനൊരു സിവിൽ സർവീസ് ആകണം അല്ലെങ്കിൽ IAS ഓഫീസർ ആവണം എന്നാണ് അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അവനൊരു നല്ല ഗിറ്റാറിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അവന് മ്യൂസിക്കൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷെ മാതാപിതാക്കളുടെ ഒരു ആഗ്രഹപ്രകാരം അവന് സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ട് പോയി. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലീപ്ലെസ് നൈറ്റ്സും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്തിട്ടും അവന് ചില എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും അവന് പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള രോഗങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ ഇത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം അവന്റെ സ്ട്രെസ് കാരണം ഉണ്ടായതാണെന്നുള്ള കാര്യം പിന്നീടാണ് മാതാപിതാക്കൾക്ക് മനസ്സിലായത്. സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള മെന്റൽ സ്ട്രെസ്സിനെ കുറിച്ച് മനസ്സിലാകാൻ സാധിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സ് അവന്റെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നോക്കിയിട്ട് പരിശോധന നടത്തിയിട്ട് അവന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് എന്താണ് കാരണം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ സ്ട്രെസ് കാരണം മനുഷ്യർക്ക് ഉണ്ടാവും. സ്ട്രെസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്തിനെ കൂടെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് കൂടെ ഇല്ലാതാക്കുന്നതിന് ഹെൽപ്പുള്ള ഒരു കാര്യമാണെന്നും കൂടെ ഓർത്തിരുന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ we can observe how stressful conditions affect these people's physical and
Psychological health in the instance of above, individual verifications in how everyone would react to stress are also reflected in the instance given previously. You may have observed children who are so stressed before the test that they become ill, as well as those who are not stressed at all. Furthermore, difference in the impact of stress on individuals may arise. For example, some people may be psychologically disturbed while others may exhibit greater psychological stress symptoms. We will focus on the impact of stress on health, performances, and productivity as well. As a relationship, needless say all three are interconnected, and stress on one of them might have an impact of the others, and indicate in figure 4.1. For example, it is a person is frequently sick because of stress, his or body productively will suffer. അപ്പൊ അത് നമുക്കൊരു ചിത്രത്തിലൂടെ പറയുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്, ഹെൽത്തിലെയും റിലേഷൻഷിപ്പിനെയും അതുപോലെ തന്നെ പെർഫോമൻസിനെയും പ്രൊഡക്ടിവിറ്റിനെയും ഒക്കെ ഒരു സ്ട്രെസ് നമ്മളെ ബാധിക്കാറുണ്ട്. അപ്പം സ്ട്രെസ്സിന്റെ എഫക്റ്റ് ഒക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന എവിടേക്കാണ്? ഓവറായിട്ട് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, നമ്മുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധങ്ങള്, ഭാര്യ ഭർത്താക്കന്മാരുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം സ്ട്രെസ് കാരണം സ്പോയിൽ ആവാറുണ്ട് അല്ലെ? ഭയങ്കരമായിട്ട് ഓഫീസിലെ സ്ട്രെസ് വീട്ടിൽ വന്ന് ഭാര്യയുടെ അടുത്ത് തീർക്കുമ്പോൾ ഭാര്യയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കുറയുകയും അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം ഇല്ലാതാവുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ പെർഫോമൻസിനെയും ഒക്കെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ആ രീതിയിൽ സ്ട്രെസ്സിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് വലുതാണെന്ന് ഓർത്തിരിക്കുക. അത് നല്ല രീതിയിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണുള്ളത്. എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സിനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ അതുമായിട്ട് രഞ്ജനപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് കോപ്പിംഗ്. ഒരു കോപ്പിംഗ് എന്താണെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. സൻല വാണ്ടഡ് ടു ബി എ ഡാൻസർ, ബട്ട് ഹിയർ പാരന്റ്സ് argued that he enrolled in the professional training program. She enrolled in the MBA program to please her parents, but she was unable to keep up with the program demands. She did her best to study diligently, but she was unable to achieve satisfactory results on the എക്സാമിനേഷൻ. അപ്പൊ എന്താണ് ഈ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പല രീതിയിൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സ്ട്രെസ്സിനെ നമ്മൾ പല രീതിയിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. She become impatient and furious all the time due to the dissatisfaction and felt because of this being able to pursue her interest. Pressure from her parents and stress she encountered while pursuing the program. Her friendship were also suffering because of the behavior. They eventually talked to her parents and pursued them to let her pressure and her passion, and she enrolled at a performance art institute where he excellent and as well as liked by her teachers. അപ്പോ എന്താണ് ഇവിടെ ഒരു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സൻല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഡാൻസ് ആവാൻ ആഗ്രഹിച്ചു. പക്ഷെ അവളുടെ അച്ഛനും അമ്മയുടെ നിർബന്ധ പ്രകാരം അവൾ MBA തിരഞ്ഞെടുത്തു. പക്ഷെ MBAയിൽ അവൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അവൾക്ക് അത് പഠിക്കാൻ സാധിച്ചില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അവൾക്കുണ്ടായി. അതുപോലെ തന്നെ തനിക്ക് പ്രതീക്ഷിച്ച മാർക്ക് MBAയിലേക്ക് കിട്ടിയില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ അവൾക്ക് ഉണ്ടായിരുന്നു. അത് അവളുടെ റിലേഷൻഷിപ്പിനെ മോശമായിട്ട് ബാധിച്ചു. അതുപോലെ തന്നെ പേരൻസിനെയും ഒക്കെയുള്ള ഫ്രണ്ട്സും ഒക്കെ ഉള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിച്ചു. അപ്പൊ എന്താണ് അവൾ ചെയ്തത്? അവളുടെ പേരൻസിനോട് അവള് കാര്യങ്ങൾ തുറന്നു പറയുകയും അവളുടെ ദേഷ്യ സ്വഭാവത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അവളുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചും കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. പിന്നീട് പേരൻസ് അവളെ ആർട്ട് സ്കൂളിൽ കൊണ്ട് ചേർക്കുകയും അവൾ ഡാൻസ് പെർസ്യൂ ചെയ്യാനായിട്ട് തുടങ്ങുകയും ഒക്കെ ചെയ്തു. അത് അവളിൽ വളരെ സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൂടെ ഇവിടെ പറയുന്നുണ്ട്. Sharon had finally gotten the promotion and he had been hoping for, and he was ecstatic. However, the promotion came with a lot of duties and a lot of labor. As a result of his stress and burnout, he began to make mistakes and found himself at the receiving end of blame and criticism. Sharon began to show signs to sadness and suicidal identification shortly after. He had to be taken to a clinical psychologist for help coping with his predicament some point. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. ഷാരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാൾ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രൊമോഷൻ കിട്ടി. പക്ഷെ ആ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഓവർ ഡ്യൂട്ടീസ് വഴിയും ഒരുപാട് ഓവർ
ഒരുപാട് ഓവർ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടീസും കാര്യങ്ങളോട് കൂടിയാണ് വന്നത്. അപ്പൊ അത് അയാൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് അയാൾ ഒരു ട്രെയിനറെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണുകയും അതിനനുസരിച്ച് അയാളുടെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? കോപ്പിംഗ് ആണ് നമ്മൾ പറയാ. കോപ്പിംഗ് is its most basic form, can be defined as a person's attempt to cope with the stress, and in this context the individual may be able to cope with the stress successfully if he or not she uses effectively coping skills, or he or she may be not be able to deal with the stress effectively if a coping skills used to are poor. അപ്പോൾ ഈ കോപ്പിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്. സ്ട്രെസ് നമുക്ക് ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ചില ആളുകൾക്ക് അറിയാമായിരിക്കും. അവർ കൃത്യമായിട്ട് ഒരു സ്ട്രെസ് മാനേജ്മെന്റ് കോപ്പിംഗ് സ്കിൽസ് ഉള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കിൽസും കാര്യങ്ങളും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ അവരിൽ ഉണ്ടാക്കും. പിന്നെ as a distribution of Barden and Gardner, coping in the process of throughout thoughts and behaviors that people use in manage the internal and external demands of situations. They appears as being stressful or exceed their own stresses. Coping efforts seek to manage, master, tolerate, reduce or maintain the demands of a stressful environment. Coping as defined by the definitions above, it's the attempt to deal with a stressor. Coping may be used to address an issue that is causing the individual distress, or to address bad feelings and he or she is experiencing. Coping can be adaptive or maladaptive depending on the situation. കോപ്പിംഗ് എന്ന് പറയുന്ന അഡാപ്റ്റീവ് സിറ്റുവേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ മാലഡാപ്റ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ടൊന്ന് ഓർത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ കോപ്പിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് കോപ്പിംഗ് സ്കിൽസ് ഉണ്ടാവണം, സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിത വിജയം നിലനിൽക്കുന്നത്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഗോൾസ് ഓഫ് കോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ഗോൾസ് ഓഫ് കോപ്പിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടായിട്ട് ഏതൊക്കെയാണ് ഗോൾസ് എന്നാണ് പറയാം. Let us now address the goals of coping now that we have a good understanding of the concept and a definition of coping. As previously said, the primarily supposed to coping it is the deal with the stresses in such a way that it has the greatest amount of influence in the individual variations of occur in the coping techniques used by the individuals. In addition, different coping mechanisms may work in different contexts. As a result, individuals use their internal or external processes to coping during the coping process. But the following are some of the primary coping objectives. Primary coping objectives ഏതാണെന്ന് നോക്കാം. Reduce the negative environmental factors to improve the chances of recovery. Second, to be able to adapt to a tricky situation. അതുപോലെ തന്നെ maintaining a positive self-image as well as emotional balance. അതുപോലെ തന്നെ to maintain a healthy interpersonal relationship. ഈ 4 കാര്യങ്ങളും ഓർത്തിരിക്കുക. ഈ 4 കാര്യങ്ങളും കോപ്പിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? റെഡ്യൂസിങ് ദ നെഗറ്റീവ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ടു ഇംപ്രൂവ് ദ ചാൻസസ് ഓഫ് റിക്കവറി, ടു ബി ഏബിൾ ടു അഡാപ്റ്റ് ടു എ ട്രിക്കി സിറ്റുവേഷൻ, മാനിപ്പുലേറ്റിംഗ് എ പോസിറ്റീവ് സെൽഫ് ഇമേജ് ആസ് വെൽ ആസ് ദ ഇമോഷണൽ ബാലൻസ്, ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പൊ നല്ല രീതിയിലുള്ള ഇന്റർ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസും നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. When coping leads to recovery, as the individual can adjust to be a stressful circumstances by keeping a positive self-image, emotional equilibrium, and effective interpersonal interactions, it is said to be effective. The result to be coping can be caused to determining whether it was effectively or not. Psychological and biochemical changes and functions, for example, can be tested to determine whether the coping was adaptive. അപ്പം ഈ ഒരു കോപ്പിംഗ് അഡാപ്റ്റീവ് സ്കിൽസിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പിംഗ് സ്റ്റൈൽസിനെ കുറിച്ചും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കോപ്പിംഗ് സ്റ്റൈൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ദ നേച്ചർ ഓഫ് കോപ്പിംഗ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്, വി മേ concentrate on coping styles and solutions. Proactive coping, avoidant coping, emotions focused coping, and problem focused coping are the 4 types of coping techniques. ഏതൊക്കെയാണ് കോപ്പിംഗ് ടെക്നിക്സ്? 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തേത് proactive coping, avoidant coping, emotion focused coping and problem focused coping. അപ്പൊ ആ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ emotion focused coping and problem focused coping are based on the focus of the coping, whereas protective and avoidant coping are based on the manner of coping. Let us take a closer look at each of these styles.
For proactive coping and avoidant coping എന്ന് പറയുന്നത്, in proactive coping in the person confronts the stressful situation or event head on. Individuals that use this method of coping will take immediate action by gaining a deeper understanding of the stressful situation. The stages of proactive coping are as follows. First, accumulation of resources. Second, identification of anticipating of the personal potential stressors. The second, third one എന്ന് പറയുന്നത് initial appraisal ആണ്. A first assessment of the stressful circumstances is made. Fourth stage എന്ന് പറയുന്നത് primarily efforts of coping with the stressful situations ആണ്. ഇതെല്ലാം എന്താണ്? അതുപോലെ തന്നെ seeking feedback and using the same എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെസ്സിന്റെ ഒരു കോപ്പിംഗിൽ വരുന്നതാണ് കേട്ടോ. സ്ട്രെസ് കോപ്പിംഗിൽ വരുന്നതാണ്. പ്രാക്ടീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡന്റ് കോപ്പിംഗിൽ വരുന്നതാണ് ഈ 5 സ്റ്റേജുകൾ. ഏതൊക്കെയാണ്? അക്യുമുലേഷൻ ഓഫ് resources, അതുപോലെ തന്നെ ഐഡന്റിഫൈങ് ഓർ ആന്റിസിപ്പേറ്റിംഗ് ആൻഡ് ടു ദ പൊട്ടൻഷ്യൽ സ്ട്രെസ്സർ, അതുപോലെ തന്നെ ഇനീഷ്യൽ അപ്രൈസൽ, അതുപോലെ തന്നെ പ്രൈമറി എഫേർട്സ് ടു കോപ്പിംഗ് വിത്ത് ദ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, സീക്കിംഗ് ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് ദ സെയിം. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് ആൻഡ് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. Sunny believes that after being assigned a new superior, he has been given more words than his colleagues and has constantly criticized. He has no idea why this boss is behaving this way, but the job overload and constant criticisms were warming him down. And he is stressed. He also lost his aptitude and sleep. Sunny's friends observed a difference in Sunny since he kept into himself and was not himself. Some of his friends made the decision to approach him after they had a better idea of the problem. One of them, Kabir, advised the Sunny seek to the superior on the human resources department immediately. Another friend, Kedar, advised him to accept the adjustment to the situation while striving to do this his best. അപ്പോൾ ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്നാണ് ഇവിടെ പറയാം. ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് ഡിഫർ ഫ്രം പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് ഇൻ ദാറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ മാനേജിങ് ഇമോഷൻസ് അസോസിയേഷൻസ് വിത്ത് എ സ്ട്രെസ്ഫുൾ സർക്കംസ്റ്റാൻസസ് റാദർ ദാൻ ചേഞ്ചിങ് ദ സിറ്റുവേഷൻ. അപ്പൊ ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിനേക്കാളും ഡിഫറെന്റ് ആണ്. അതെന്ന് പറയുന്നത് ഇമോഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്ട്രെസ്ഫുൾ സർക്കംസ്റ്റാൻസസ് റാദർ ദാൻ ചേഞ്ചിങ് ദ സിറ്റുവേഷൻ ആണ്. ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് ഇൻവോൾവ് മാനേജ്മെന്റ് ഓഫ് ദ ഇമോഷണൽ റിയാക്ഷൻസ് ടുവേർഡ്സ് ദ ഇവന്റ്സ് കോസിംഗ് സ്ട്രെസ്. ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് aim to reduce the manage the initial instantly the negative and distressing emotions and the stressful situations has caused reducing any unpleasant and that the person may feel because of comforting the stressful scenario. This coping style may be like the avoidant coping style we described before because it entails avoiding a circumstances. അപ്പോൾ ഇമോഷണൽ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറയുന്നത് entails determining the cause of a problem to either solve or alleviate. This sort of coping is closely related to the protective coping we mentioned earlier. Furthermore, problem-focused coping entails taking charge of a stressful situation, gathering knowledge about it, and ascertaining the issue's positive and negative features. Problem-focused coping അതുപോലെ ഇമോഷണൽ ഫോക്കസ്ഡ് കോപ്പിംഗ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുള്ളൂ കേട്ടോ. അത് എക്സാമിന് ചിലപ്പോൾ വരാൻ സാധ്യതയാണ്. അതായത് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർത്തിരിക്കുക. സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള നമ്മുടെ കാര്യങ്ങളെ കുറിച്ചാണ് കൃത്യമായിട്ട് പറയുന്നത്. നമുക്ക് പല രീതിയിൽ സ്ട്രെസ് മാനേജ് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ കോപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്. ഫസ്റ്റ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം. അത് എന്താണ്? രാഹുൽ വർക്ക്ഡ്, അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. രാഹുൽ വർക്ക് ഫോർ എ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആസ് എ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. He recognized as the occupational stress was affecting the performance and effectiveness of this organization personnel. As a result, he approaches his management and arranged for a half-hour meditation section for his employees every day, which made a significant effect. Neha worked as a school counselor. Snehal, one of her teacher colleagues, appraised to be
anxious. He went to chat with Snehal and discovered that she was stressed out owing to certain trouble at home. Neha explained the cognitive stress structures techniques to Snehal and encouraged her to practice it. When Neha met Snehal after her vacation, she told her that she had seen a significant shift in the way she talked her difficulties and that her stress level had decreased significantly. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള രാഹുലിന്റെയും നേഹയുടെയും ഒക്കെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ നിഹാരിക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നിഹാരികയെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. നിഹാരിക വർക്ക്ഡ് ആസ് എ ഹൗസ് കീപ്പർ. നിഹാരിക ഫ്രണ്ട്സ് ഷീല recently noted that she was becoming agitated because of her rigorous schedule. The Niharika enrolled in yoga course to help her cope with the tension she was feeling. She was feeling. We can see that some stress management approaches were applied in the examples above. Individuals can use these and other techniques to effectively deal with the stress. അപ്പോൾ എന്താണ് പല രീതിയിലുള്ള രാഹുലിന്റെയും നേഹയുടെയും അതുപോലെ നിഹാരികയുടെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു. അതിനെന്താണ് പറയുന്നത്, ഒരു എംപ്ലോയീസിന്റെ എവറി ഡേ ഒരു മെഡിറ്റേഷൻ സെക്ഷൻ വെക്കാനൊക്കെ ഈ ഒരു റിലാക്സേഷൻ ടെക്നിക്സിൽ നമ്മൾ പറയുന്നുണ്ട്. രാഹുലിന് ഒരു സ്ട്രെസ് ഒക്കെ വന്നപ്പോൾ ഒരു ഹാഫ് അവർ ഒരു മെഡിറ്റേഷൻ സെക്ഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നേഹ പറയുന്നുണ്ട് ഒരു കോഗ്നിറ്റീവ് റീസ്റ്റാർട്ടിങ് ടെക്നിക്സിനെ കുറിച്ചൊക്കെ നേഹ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും എന്താണ് ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതും ഒരുവിധ സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിഹാരികയോടും യോഗയിൽ പങ്കെടുക്കാനായിട്ട് നിഹാരികയോട് ഷീല പറയുന്നുണ്ട്. അപ്പൊ നിഹാരികയും ഒരു യോഗയിലൊക്കെ പങ്കെടുത്തപ്പോൾ അവരുടെ ഒരു സ്ട്രെസ് ഒരു കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. റിലാക്സേഷൻ ടെക്നിക്സിൽ പറയുന്ന ഒരു കാര്യങ്ങളാണ്, അതായത് ഈ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടുള്ള റിലാക്സേഷൻ ടെക്നിക്സിൽ പറയുന്നതാണ് യോഗ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഇതുവഴി നമുക്ക് വേണമെങ്കിൽ എന്താണ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ let us start with a simple breathing exercise before we get into the various stress management techniques. Before you begin the workout, sit up straight and close your eyes and take a few deep breaths and in and out slowly. Perform their exercise for 5 to 10 minutes. Concentrate on your breathing while focusing on your ideas. Rub your hands together, place them over your eyes and slowly open them. And I hope to existence and has let you feel revitalism and ready to learn more about stress management. അപ്പൊ എന്താണ് നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്ട്രെസ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് എന്തൊരു എക്സസൈസ് വഴി നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇരുന്നിട്ട് നടുവൊക്കെ നിവർത്തി ഒന്ന് ഇരുന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ പ്രാണായാമങ്ങളൊക്കെ നടത്താം, അല്ലെങ്കിൽ ശ്വസന വ്യായാമങ്ങൾ നടത്തിക്കൊണ്ട് സ്ട്രെസ് നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലെ. നല്ല രീതിയിൽ ബ്രീത്ത് എടുത്തിട്ട് അത് സ്ലോലി നമുക്ക് വിടാനായിട്ട് സാധിക്കും. അങ്ങനെ ബ്രീത്ത് എടുക്കുകയും അത് സ്ലോലി ആയിട്ട് വിടുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഓക്സിജൻ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഐഡിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ സമയത്ത് കിട്ടും. അതുപോലെ തന്നെ അതൊക്കെ റിലാക്സേഷൻ ടെക്നിക്സിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വരുന്നതാണ് ക്വിക്ക് മെത്തേഡ് ഫോർ റിലീഫ് ഫ്രം സ്ട്രെസ്. ക്വിക്ക് റിലീഫ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൽ നിന്നുള്ള ക്വിക്ക് റിലീഫ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? Close your eyes for a moment. Relax your arms and shoulders as much as possible. Make a couple circles with your hand, first to the right and then to the left. Take a deep breath in the exhale slowly 5 to 10 times. Pay attention to your breathing. Put all worrisome thoughts to the outside. From 10 to 1 count backwards. Please your palms on your eyes and rub them together. Place your palms on your eyes and rub them together. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ക്വിക്ക് മെത്തേഡാണ്. ഈ ഒരു സ്ട്രെസ്സിന് റിലീഫ് ചെയ്യാനുള്ള ക്വിക്ക് മെത്തേഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന് കണ്ണടച്ചിട്ട് ആ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ചില ആളുകളൊക്കെ മൂവീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്ന് വിട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് റിലാക്സേഷൻ കിട്ടും. അപ്പൊ അതൊക്കെ ഒന്ന് ഓർക്കുക. പിന്നെ യോഗ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എവറി ഇയർ ഇൻ ദ 21st of June we are commemorate
the International Day of Yoga. Yoga's effectiveness has led to its being pushed at the international level to raise awareness and encourage people to practice it to improve their health and well-being. First dimensions of yoga ആണ് breathing, posture, അതുപോലെ തന്നെ healthy observation, sensory withdrawal, അതുപോലെ concentration, meditation, higher concentration. ഇതെല്ലാം നമുക്ക് എന്താണ് യോഗയിലൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യോഗ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ സ്ട്രെസ് റിലീഫിന് നല്ലതാണെന്നാണ് പറയാറ്. പറ്റുന്ന പോലെയൊക്കെ യോഗ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം. അപ്പൊ യോഗ ചെയ്യുന്നത് നല്ല രീതിയിൽ നമുക്ക് നല്ല ആഫ്റ്റർ ഉണ്ടാക്കും. അതുപോലെ ഇൻ ദ കോണ്ടെക്സ്റ്റ് ദി മെയിൻ സ്റ്റൈൽസ് ഓഫ് യോഗ ഹാവ് ബീൻ മെൻഷൻഡ്. കർമ്മയോഗയുണ്ട്. ദിസ് ഈസ് യോഗ ആസ് ഇറ്റ്സ് പേഴ്സൺസ് ടു വൺസ് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഭക്തി യോഗയുണ്ട്. യോഗ ഹാസ് എ ഡെവലപ്ഡ് ഡിവോഷണൽ കോമ്പണന്റ്. അതുപോലെ തന്നെ ജന യോഗയുണ്ട്. യോഗ ഇസ് ലിങ്ക്ഡ് ടു നോളജ് ഇൻ ദിസ് വേ. അപ്പൊ ആ 3 രീതിയിലുമുള്ള യോഗാസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ യോഗാസനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചിരുന്നാൽ നല്ല രീതിയിൽ നമ്മുടെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ആസനാസ് നമുക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. ടൈപ്പ് ഓഫ് ആസനാസ് ഉണ്ട്. പ്ലം ട്രീ പോസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രയാങ്കിൾ പോസ്ചർ ഉണ്ട്. അതുപോലെ തന്നെ സൈഡ് ആംഗിൾ പോസ്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഭുജാസന, പദ്മാസന തുടങ്ങിയ ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും അതുപോലെ സ്ട്രെസ് ഇല്ലാതാക്കാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെസ് വളരെയധികം നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു പുസ്തകം കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനും അതുപോലെ നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ദേഷ്യം ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ബുക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലും കൂടെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്ട്രെസ്സിനെ കുറിച്ചും സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സിനെ കുറിച്ചും സ്ട്രെസ് മോഡൽസിനെ കുറിച്ചും ഒക്കെ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ നമുക്ക് എക്സാമിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ റിലാക്സേഷൻ മെത്തേഡ്സും അതുപോലെ തന്നെ സ്ട്രെസ് കോപ്പിംഗ് മെത്തേഡ്സ് ഒക്കെ നമുക്കൊന്ന് വായിച്ചിട്ട് പോരാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു.